ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിൽ കുടുംബ അംഗത്വ സർട്ടിഫിക്കറ്റ്, അതായത് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. എന്താണ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അഥവാ കുടുംബ അംഗത്വ സർട്ടിഫിക്കറ്റ്? കുടുംബ അംഗത്വ സർട്ടിഫിക്കറ്റ് എന്നത് വിവിധ നിയമപരമായ ആവശ്യങ്ങൾക്കായി ഗാർഹിക അംഗത്വ പദവി പരിശോധിക്കുന്ന സർക്കാർ നൽകുന്ന ഒരു രേഖയാണ്. കുടുംബനാഥൻ മരിക്കുമ്പോൾ ജീവിത പങ്കാളി, ആൺമക്കൾ, പെൺമക്കൾ തുടങ്ങിയ ശേഷിക്കുന്ന അംഗങ്ങൾക്ക് മരണപ്പെട്ടയാളുമായിട്ടുള്ള അവകാശവാദങ്ങൾ തീർപ്പാക്കുന്നതിനും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മരിച്ചയാളുടെ സ്വത്ത് അവരുടെ പേരിലേക്ക് മാറ്റുന്നതിനും ഒരു കുടുംബ അംഗത്വ സർട്ടിഫിക്കറ്റ് ലഭിക്കണം. നിങ്ങളുടെ വീട് വിൽക്കുമ്പോഴോ മറ്റൊരിടത്തേക്ക് മാറുമ്പോഴോ കുടുംബ അംഗത്വ സർട്ടിഫിക്കറ്റ് തെളിവിനായി വർത്തിക്കുന്നു. ആർക്കൊക്കെ ഈ കുടുംബ അംഗത്വ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാനാവും? മരിച്ചയാളുടെ ഭാര്യ, മരിച്ചയാളുടെ അമ്മ അല്ലെങ്കിൽ മരിച്ചയാളുടെ കുട്ടികൾ, ഇവർക്കൊക്കെയാണ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ പറ്റുന്നത്. സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുമ്പോൾ പ്രധാന അപേക്ഷകൻ കുടുംബനാഥനായിരിക്കണം. എങ്ങനെയാണ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ നോക്കാം. വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രൗസർ വേണം. ഇവിടെ ക്രോം ആണ് ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ ഈ ഡിസ്ട്രിക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം ഈ ഡിസ്ട്രിക്റ്റ് ഇതുവരെ ഒരു അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ രജിസ്റ്റർ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വളരെ സിമ്പിളാണ്. പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. വേണ്ടവർ കണ്ടതിന് ശേഷം മാത്രം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് നമുക്കിവിടെ ലോഗിൻ നെയിമും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നതാണ്. ലോഗിൻ നെയിം എപ്പോഴും മെയിൽ ID ആയിരിക്കും. ഇവിടെ പോർട്ടൽ യൂസർ എപ്പോഴും യെസ് എന്ന് കൺഫേം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ നോ ആണെങ്കിൽ യെസ് എന്നതിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ലോഗിൻ നെയിമും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ലോഗിൻ നെയിമായ മെയിൽ ID ആണ് നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ആരുടെ പേരിലാണോ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണ്ടത് അയാളുടെ പേരിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിനു മുന്നേ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയുടെ പേരിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരാളുടെ പേരിലാണ് നമുക്ക് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണ്ടത് എന്നുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം അപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് നമ്മുടെ പേര് ടൈപ്പ് ചെയ്യുക. മെയിലോ ഫീമെയിലോ ട്രാൻസ്ജെൻഡറോ അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്താൽ ഏജ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. ഫോട്ടോ അപ്ലോഡ് നിർബന്ധമില്ല. അങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ JPG ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ തന്നെ സൈസ് 20 KB ഉള്ളിലുമായിരിക്കണം. പിന്നെ നമുക്കിവിടെ വരുന്നത് അഡ്രസ്സാണ്. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും. നമുക്ക് ഫസ്റ്റ് പ്രസൻറ്റ് അഡ്രസ്സ് നോക്കാം. ഹൗസ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഹൗസ് നെയിം ടൈപ്പ് ചെയ്യുക. ലൊക്കാലിറ്റി ടൈപ്പ് ചെയ്യുക. പോസ്റ്റ് ഓഫീസ് ടൈപ്പ് ചെയ്യുക. പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. താലൂക്ക് സെലക്ട് ചെയ്യുക. ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ സെയിം ആസ് എന്ന ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അല്ല പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും ഡിഫറെൻ്റ് ആണെങ്കിൽ പെർമനൻ്റ് അഡ്രസ്സ് ഇതുപോലെ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഫാദറിൻ്റെ നെയിം, റിലീജിയൻ, കാറ്റഗറി, കാസ്റ്റ് ഓഫ് ഫാദർ, മദർ നെയിം, റിലീജിയൻ, കാറ്റഗറി, കാസ്റ്റ് ഓഫ് മദർ, മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്. അത് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സിൽ എത്ര വർഷമായി താമസിക്കുന്നു എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കുക.
അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, റേഷൻ കാർഡ് നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, ഇലക്ഷൻ ID കാർഡ് നമ്പർ, പാസ്പോർട്ട് നമ്പർ, SLC രജിസ്ട്രേഷൻ നമ്പർ, SLC ഇയർ. ഇതൊക്കെ കമ്പൽസറി അല്ല, വേണമെങ്കിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ബട്ടൺ കാണാം. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് വരും. വെരിഫൈഡ്, ക്ലിക്ക് സബ്മിറ്റ് ബട്ടൺ ഫോർ ഫർദർ പ്രോസസ്സ്. അതായത് വെരിഫൈ ആയിട്ടുണ്ട്, ഇനി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്നാണ്. നമ്മുടെ ഇവിടെ ഈ ഒരു പോപ്പ് മെസ്സേജിന് ഓക്കെ ബട്ടൺ കൊടുക്കുക. എന്നതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OTP നമ്മളിവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഈ രജിസ്ട്രേഷൻ റെക്കോർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പറും വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബട്ടൺ കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇനി നമുക്ക് ഹോം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ താഴോട്ട് പോവുക. ഇവിടെ കുറേ ടൈല് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് കാണാം ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്. ആ ഒരു ടൈൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആധാർ കാർഡ്, അഫിഡവിറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഇലക്ഷൻ ID കാർഡ്, ID പ്രൂഫ്, റേഷൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ത്രൂ അക്ഷയയിൽ കൂടി നമ്മൾ ഇത് അപേക്ഷിക്കുകയാണെങ്കിൽ ജനറൽ ആളുകൾക്ക് 25 രൂപയും BPL ആളുകൾക്ക് 15 രൂപയുമാണ് ഫീസ് വരുന്നത്. ത്രൂ പോർട്ടൽ കൂടിയാണെങ്കിൽ 2 പേർക്കും 15 രൂപയാണ് വരുന്നത്. ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസിനാണെങ്കിൽ നമുക്ക് താലൂക്ക് ഓഫീസിൽ നിന്നാണ് ഇത് സർട്ടിഫൈ ചെയ്യുക. സ്റ്റേറ്റ് പർപ്പസിനാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നാണ് നമുക്കിത് ഇഷ്യൂ ചെയ്യുക. അതിനുശേഷം അപ്ലൈ ബട്ടൺ കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതാണ്. ഇവിടെ നമുക്ക് നേരത്തെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത ആളെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് പർപ്പസ് ഉണ്ട്. സ്റ്റേറ്റ് പർപ്പസ് ആണോ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് ആണോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. കേരളത്തിന് ഉള്ളിലാണെങ്കിൽ സ്റ്റേറ്റ് പർപ്പസ് ആണ്, കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് ആണ്. ഇവിടെ ഞാൻ സ്റ്റേറ്റ് പർപ്പസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ എന്നുള്ളിടത്ത് ജനറൽ തന്നെയായിരിക്കും, അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഷോ അപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ്, ഇവിടെ നമ്മളൊരു യെല്ലോ ടൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കൻ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഡീറ്റെയിൽസ് ഓഫ് ദ പേഴ്സൺ വിത്ത് ഹൂം ദ റിലേഷൻഷിപ്പ് ഈസ് ടു ബി പ്രൂവ്ഡ്. അതായത് ബന്ധം തെളിയിക്കേണ്ട വ്യക്തിയുടെ വിശദാംശങ്ങളാണ്. അതിൻ്റെ നെയിം നമ്മൾ ടൈപ്പ് ചെയ്യുക, അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡ് ഉള്ളതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. പിന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഓഫ് ദ ഫാമിലി മെമ്പറാണ്, അതായത് മേലെ കൊടുത്തിരിക്കുന്ന വ്യക്തിയുടെ ഫാമിലി മെമ്പറിനെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നെയിം ടൈപ്പ് ചെയ്യുക, ജെൻഡർ സെലക്ട് ചെയ്യുക, റിലേഷൻഷിപ്പ് സെലക്ട് ചെയ്യുക, ഏജ് സെലക്ട് ചെയ്യുക, ഒക്യുപ്പേഷൻ നിർബന്ധമില്ല ഉണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ നമുക്ക് ഫാമിലി മെമ്പർ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. വേണ്ടെങ്കിൽ ഈ മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഡിക്ലറേഷൻ വരുന്നതാണ്. അപ്ലിക്കൻ്റ് നെയിം ഇവിടെ വന്നിട്ടുണ്ടാവും, റിലേഷൻ സെൽഫ് തന്നെ വന്നിട്ടുണ്ടാവും, അത് മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതിനുശേഷം സേവ് ആൻഡ് ഫോർവേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. യുവർ ആപ്ലിക്കേഷൻ ഈസ് സേവ്ഡ് സക്സസ്ഫുള്ളി. അറ്റാച്ച്ഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേക്ക് പേയ്മെൻ്റ് ആണ്. ഈ ഒരു പോപ്പ് മെസ്സേജ് ഓക്കെ ബട്ടൺ കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് റേഷൻ കാർഡ് വരുന്നതാണ്. അതിൻ്റെ റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്തിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. ഇലക്ഷൻ ID കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. ആധാർ കാർഡ് നമ്പർ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്ലോഡ് ചെയ്യുമ്പോൾ PDF ഫോർമാറ്റിലായിരിക്കണം, സൈസ് 100 KB ഉള്ളിലായിരിക്കണം വരുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വരുന്നത് പേയ്മെൻ്റ് ആണ്. 15 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. മേക്ക് പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം, നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ചെയ്യാം, UPI ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ QR കോഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 15 രൂപ മാത്രമാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. ഇവിടെ എനിക്ക് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാത്തതിനാൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല.
അപേക്ഷിച്ച തീയതി മുതൽ ഏകദേശം 6 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമാവുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഈ ഒരു കുടുംബാംഗ സർട്ടിഫിക്കറ്റിന് ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 3 വർഷം വരെ നമുക്കിത് വാലിഡാണ്. ഇത്തരം കാര്യങ്ങൾ ഓർമ്മ വയ്ക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.